ഞാൻ നിങ്ങളുടെ സ്വന്തം സജിമോൾ കെ മാത്യു. നമ്മൾ മൂന്നാറിൽ ഫ്ലവർ ഷോ വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ കോവിഡ് കാലം തൊട്ടാണ് കുറച്ച് കാലം വരാതെ ആയത് കേട്ടോ. അത് നമ്മുടെ സെക്കൻഡ് ഹോം തന്നെയായിരുന്നു മൂന്നാർ. അടുത്തല്ലേ നമുക്ക് വരാനൊക്കെ സൗകര്യമാണല്ലോ. ഓക്കെ, എന്നാൽ കണ്ടോളൂ. ഓക്കെ, ഈ സൈഡ് ക്ലിയർ ആണോ? ഇവിടെ നിന്നേ ഒരു ഹായ് പറഞ്ഞു. ഹായ്, സ്മൈൽ. ഡ്രൈവ് ചെയ്ത് വിഷമിച്ച് ഡ്രൈവറെ അത് കൊണ്ടുപോകില്ല. അവിടെ നിന്ന് ക്ലിയർ ആണോ നോക്കട്ടെ കേട്ടോ. ഒരു സെക്കൻഡ്, ക്ലിയർ ആണോ? ക്ലിയർ. ഹായ് ഹായ് ഹായ്. ഓട്ടെ, താഴേട്ട് പോകും. வலி விடுங்க, எடுக்கலாம். இங்க நல்லா ஒரு சன்ன பின்னாடி நட்டி வரணும். போங்க போறீங்க காலை போறியா நிக்கீங்க. क्लियर பாத்து வாங்க. கொண்டுட்டு போயிட்டேன். இங்கனக்குள்ள யாரு நல்லா கொண்டுட்டு போயிட்டியா? இப்பதான் போனாங்க. காசு இருக்கு. बिल्लो जस्ट मूव प्लीज. माने जस्ट क्लियर. റോസ് പ്ലാന്റ്സ്, റോസ് ഫ്ലവർ ലീഫ് എടുത്തിട്ട് വാഷ് ചെയ്ത് ഒരു 3 ഫ്ലവർ റെഡ്, നല്ല റെഡിഷ് വാഷ് ചെയ്ത് ജസ്റ്റ് ബോയിൽ ചെയ്ത് ആ ലീഫ് അങ്ങ് മാറ്റണം. അപ്പോൾ വൈറ്റ് കളറാകും ലീഫ്, റെഡിഷ് ഫുള്ള് പോരും. എന്നിട്ട് വാസലൈൻ 1 സ്പൂൺ, ദെൻ കോക്കനട്ട് ഓയിൽ, ജസ്റ്റ് ഷേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്രീസറിൽ വെക്കുക. ഒരു കുഞ്ഞു കുപ്പിയിലാക്കി. ലിപ് ബാം സൂപ്പർ, മായമില്ലാത്ത ലിപ് ബാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടിപ്സാണ്. ഓക്കേ, വാട്ടർ ലില്ലി വേറെ എന്തോ പേരായിരുന്നല്ലോ. പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാം തന്നെ ഇല്ലാതെയായി. ഇപ്പോൾ ഇപ്പം തിരിച്ചു വരുന്നുണ്ട്, മുല്ലയും ചെമ്പരത്തിയൊക്കെ ആയിട്ട്. നല്ല സീസണാണ്, കുഴപ്പമില്ല. வாட்ஸ்அப்ல
நோட்டிஃபிகேஷன் ஆஃப் பண்ணி வச்சிருக்கீங்க எனக்கு மேலே புரியல ഓക്കെ ക്ലിയർ ഉണ്ടല്ലേ ഇത് നമ്മുടെ തേയില അധികം പോകുന്നില്ല ബിഫോർ ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും ഓക്കെ ക്ലിയർ ഇരിക്കല്ലോ സൂപ്പർ. എപ്പോൾ കണ്ടാലും ഒരു മാറ്റമില്ല, എത്ര വർഷം വന്നാലും അതുപോലെ. ഇവിടെ അത്രയും ചേഞ്ചസ് വരുത്താൻ പറ്റില്ലല്ലോ. ടാറ്റ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്ന സായിപ്പിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതൊക്കെ തന്നെ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല ഇവിടെ. റോഡ് കുറേ വ്യത്യാസം. റോഡ് മുഴുവൻ പണിയാണ്. വീതി കൂട്ടി ബ്ലോക്ക് വരുത്താതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, സൺഡേ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. റോഡ് പണിയുണ്ട് ഭയങ്കര വീതി. നമ്മുടെ നാട്ടിൽ നിന്ന് എളുപ്പത്തിന് വരാൻ പറ്റും. റോഡ് ഇവിടെ ഇങ്ങോട്ടങ്ങ് പോകാം. അങ്ങനെയൊക്കെയാണ്. തേയില പ്ലാന്റേഷൻ അടുത്ത് കാണാം. ബാ நல்லா இருக்கான்னு பாரு அவன் எடுத்தது ஃபர்ஸ்ட். ഈ ചെടി വീട്ടിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന് ഞാൻ പിടിപ്പിക്കുന്നതാണ്. ഓർമ്മയില്ല. അല്ലാണ്ട് ഓക്കെ. ഡാലിയ, സീനിയ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ബന്ദിപ്പൂവൊക്കെ ഇപ്പോൾ എല്ലാം ഇല്ലാതെയായി. നല്ല വയലറ്റ്, നല്ല ഭംഗി. അതൊരു സൈസ് പഴം ഉണ്ടാവുമായിരുന്നു കാട്ടിൽ. ഇത് നമ്മുടെ മുള. ഹായ്, സൂപ്പർ ബ്ലൂയിഷ് കളർ. കൊള്ളാം. വർഷങ്ങൾക്ക് മുമ്പ് വന്നാലും ഇത് തന്നെ സെയിം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോരെ പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. കണ്ടോ, ഇതിൻ്റെയൊക്കെ സെയിം ഒക്കെ തന്നെ. വെറൈറ്റി ആണ്, ബട്ട് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയാലോ? കവറിങ് നിർത്താം അല്ലേ? ഓക്കെ മൈ ഡിയർ വ്യൂവേഴ്സ്, പ്ലീസ് ലൈക്ക്, share and subscribe. Thank you. My husband is also here. Okay, enough. Okay, അപ്പോൾ ശരി, ബൈ. ഇനി നാട്ടിലേക്ക് വന്നാൽ 10th ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. 10ലേക്ക് കയറിയവർക്കേ വീണ്ടും തിരക്കിലേക്ക് തന്നെ. കുറച്ച് ലെഗ് പെയിനുണ്ട്. ഹോസ്പിറ്റലിൽ ഓർത്തോയിനൊന്ന് കാണാൻ പോകണം. പിന്നെ എയർപോർട്ടിൽ പോകാനുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു മകൾ US നിന്ന് വരുന്നുണ്ട്. കൊച്ചിനെ കൊണ്ടുവരാൻ പോകണം. ഓക്കെ, അപ്പോൾ ശരി. ബൈ. താങ്ക് യു മൈ ഡിയർ വ്യൂവേഴ്സ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബൈ.